വറുത്തരച്ചതിന്റെ റെസിപ്പി ആ അരപ്പിന്റെ ഒക്കെ കൂടെ ബീഫ് അങ്ങ് കഴിക്കുമ്പോണ്ടില്ല ഒരുപാട് കഥയൊക്കെ പറയാണ്ട് നേരെ റെസിപ്പി വീഡിയോയിലോട്ട് പോയാലോ. കുക്കറിലേക്ക് കട്ട് ചെയ്ത സവാളയും നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കൂടെ തക്കാളിയും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തോട്ടോ. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ബീഫ് എടുത്ത് കുക്കറിലേക്ക് ഇടാൻ സമയം കഴിഞ്ഞ് അതിന്റെ കൂടെ നല്ല ഫ്രഷ് വേപ്പിലും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇതിൽ ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പിലേക്ക് കയറ്റാട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് 5 വിസിൽ അടിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് മാത്രം കുക്കർ തുറന്നാൽ മതി കേട്ടോ. വറുത്തരപ്പിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരമുറി തേങ്ങ ചിറകിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പെരിഞ്ചീരകം ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും തൂവി അടി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ കളറിൽ കാണുന്ന ഈ വറുത്തരപ്പ് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. കുക്കറിലിടുന്ന ബീഫിനെ ചൂടായ ഉരുളിയിലേക്ക് ഇട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ വറുത്തരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചു നേരം ഇതിനകത്ത് ഇരുന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട പരുവത്തിൽ ഇത് കുറുക്കിയെടുക്കാട്ടോ. ലാസ്റ്റ് അടുപ്പത്തുനിന്ന് ഇറക്കണതിന് മുമ്പ് ലേശം കുരുമുളക് പൊടി കൂടി വിതറി കഴിഞ്ഞിട്ടില്ല നമ്മുടെ അരപ്പൊക്കെ പിടിച്ചിരിക്കണ ബീഫ് വറുത്തരച്ച് റെഡി ആയിട്ടോ. ഇനി കല്യാണത്തിന് മാത്രം കിട്ടുന്ന ബീഫ് വറുത്ത